നമ്മുടെ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ ഇന്നലെ ഡൽഹിയിൽ നടത്തിയ മഹാറാലി അതിഗംഭീരമായിരുന്നു എന്നാണ് കേട്ടത്. ഏതാണ്ട് 20 പ്രതിപക്ഷ കക്ഷികളുടെ നേതാക്കൾ അല്ലെങ്കിൽ പ്രതിനിധികൾ പങ്കെടുത്തു. ഈ അടഞ്ഞു നിൽക്കുന്ന നമ്മുടെ മമതാ ബാനർജി ഉണ്ടല്ലോ, അവര് പോലും ഇന്നലെ ഒരു പ്രതിനിധിയെ അയച്ചിരുന്നു. എന്താ ആൾക്കൂട്ടം! രാംലീല മൈതാനം നിറയെ ആർത്തെരുമ്പുന്ന ജനമല്ലായിരുന്നു. വേദി നിറയെ 20 കക്ഷികളിൽപ്പെട്ട നേതാക്കള്. നമ്മുടെ യെച്ചൂരി സഖാവും രാജാ സഖാവും ഉണ്ടായിരുന്നു കേട്ടോ. യെച്ചൂരി സഖാവിന്റെ ഒരു വശത്ത് രാജാ സഖാവ്, മറുവശത്ത് ആം ആദ്മി പാർട്ടിയുടെ മന്ത്രി ഗോപാൽ റായ്. ഇവരുടെ നടുവിൽ നിന്നുകൊണ്ടേ നമ്മുടെ യെച്ചൂരി സഖാവും രാജാ സഖാവും ഇങ്ങനെ കൈകൾ ഉയർത്തിപ്പിടിച്ച് മുദ്രാവാക്യത്തിനൊപ്പം ആളുകളെ അഭിവാദ്യം ചെയ്യുന്ന കണ്ടപ്പോഴല്ലോ വാസ്തവത്തിൽ രോമാഞ്ചം കൊണ്ടുപോയി. ഇന്ത്യ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഇടതുപക്ഷക്കാരും ഒക്കെ അതില് രോമാഞ്ച പുളകിതരായി എന്നാണ് പ്രതിപക്ഷത്തിന്റെ നേതാക്കൾ ആണയിട്ട് പറയുന്നത്. ഈ റാലി കണ്ട് നമ്മുടെ ഈ 400 സീറ്റുകാരുണ്ടല്ലോ, അവരല്പം വിരണ്ടു പോയോ എന്നൊരു സംശയമുണ്ട്. ഈ ആൾക്കൂട്ടവും ബഹളവും അവരുടെ ഐക്യവും ഒരു ഒരുമിപ്പും ഇതെല്ലാം കൂടെ കണ്ടപ്പോ ലേശം പരിഭ്രാന്തി. നോക്കാം, വരട്ടെ, ഇനി ആരെങ്കിലും പിടിച്ചകത്തിടാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഈ കോൺഗ്രസ് പോലുള്ള പാർട്ടികളുടെ ഇൻകം ടാക്സിന്റെ കണക്ക് കുറെ 10,000 കോടി രൂപയുടെ പിഴ കൂടി അടിച്ചുകൂടി അങ്ങോട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഞാൻ 1745 കോടി രൂപയുടെ നോട്ടീസ് അല്ലേ അങ്ങോട്ട് ചാമ്പിയത്, ഇനി നമുക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. തെരഞ്ഞെടുപ്പിന് കാശില്ലാതെ ഏത് പാർട്ടിക്കാ പ്രവർത്തിക്കാൻ പറ്റുക? അല്ലെങ്കിൽ കാശില്ലാത്ത പാർട്ടിക്ക് എന്ത് വിലയാ ഉള്ളത്? അതുപോലെ അറസ്റ്റ് നമ്മൾ ചിലരൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പലരും ഇഡിയുടെ കേസുകളിലൊക്കെ പെട്ടവരുണ്ട്. നമ്മുടെ കർണാടകയിലെ ഉപമുഖ്യമന്ത്രി ഉണ്ടല്ലോ, DK ശിവകുമാർ, ആള് വലിയ വില്ലനാ. അദ്ദേഹത്തിന്റെ ഒരു കേസ് നമ്മൾ പണ്ട് സെറ്റിൽ ചെയ്തതാ, ഒത്തുതീർപ്പാക്കിയതാ. അത് ഞങ്ങൾ പൊക്കിക്കൊണ്ടുവരികയല്ലേ, അത് മതി. ശിവകുമാറിനെ ഒന്ന് കുറച്ച് ദിവസത്തേക്ക് പിടിച്ചകത്തിടാൻ അത് മതി. വല്ലഭന് പുല്ലുമായുധമാണ് എന്നുള്ളത് പ്രതിപക്ഷ കക്ഷികൾ ഓർത്തിരിക്കുന്നത് നന്ന്. ഇതിനിടയ്ക്ക് ചില കുഴുത്തുരുമ്പുകളുണ്ട് കേട്ടോ. ഇടതുപക്ഷത്തിന്റെ ഒരു തരി കനലായ, ഇടതുപക്ഷത്തിന്റെ ഏക മുഖ്യമന്ത്രിയായ നമ്മുടെ ക്യാപ്റ്റൻ ശ്രീ പിണറായി വിജയൻ എന്തുകൊണ്ട് ഈ റാലിയിൽ പങ്കെടുത്തില്ല? ഓരോരുത്തന്മാരുടെ ഓരോ സംശയം. പിണറായി വിജയൻ പോകാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് അവർ പറയുന്നതിൽ ഒരു ന്യായമുണ്ട്. അങ്ങേര് ചെന്നിരുന്നെങ്കിൽ ഒരു വലിയ ഓളമായിരുന്നേനെ. കാരണം ഒരു ക്യാപ്റ്റൻ അല്ലെങ്കിൽ കാരണഭൂതൻ അല്ലെങ്കിൽ ഇരട്ടച്ചങ്കൻ എന്നൊക്കെ പറയാവുന്ന ഒരു നേതാവേ ഉള്ളൂ ഇപ്പോ പ്രതിപക്ഷത്ത്. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഈ റാലിക്ക് കുറേയൂടെ ഒരു ഓളം, കുറേയൂടെ ഒരു ഗമ്മൊക്കെ കിട്ടുമായിരുന്നു എന്നാ അവര് പറയുന്നത്. ഈ പോകാതിരുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്ന ചില കശ്മലന്മാര് അങ്ങനെയാണ് പറയുന്നത്. യെച്ചൂരിക്കും രാജായ്ക്കും ഒക്കെ എന്ത് ചെയ്യാം? അവർക്കെതിരെ കേസില്ല, അവരുടെ മക്കൾക്കെതിരെ കേസില്ല, അവരുടെ മക്കൾക്കെതിരെ അന്വേഷണമില്ല. അതുകൊണ്ട് അവർക്ക് മഹാറാലിയിൽ പങ്കെടുക്കുകയോ വേദിയിൽ കയറി കൈവെക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാൻ അവർക്ക് സാധിക്കും. നമ്മുടെ സ്ഥിതി അതാണോ? നമ്മുടെ അവസ്ഥ അതല്ലല്ലോ. നഷ്ടപ്പെടുവാൻ വിലങ്ങുകളൊന്നുമില്ലാത്ത അവസ്ഥയാണ് യെച്ചൂരിക്കും രാജയ്ക്കും. നമ്മുടേതോ? നമ്മൾ വിലങ്ങുകൾ പ്രതീക്ഷിക്കുന്നവരാ. അപ്പൊ അല്പം പേടിച്ചേ പറ്റൂ. ഈ ED ഉണ്ടല്ലോ, അവന്മാര് ഈ നന്തൻകോട് ജംഗ്ഷനിൽ വന്ന് നിൽക്കുക, ദേവസ്വം ബോർഡ് ജംഗ്ഷനില്. ഡൽഹിയിൽ നിന്നൊരു വിളി വന്നാൽ നേരെ ക്ലിഫ് ഹൗസിലേക്ക് അവന്മാർ കയറി വരും. കേരള പോലീസിന്റെ കുറച്ച് പോലീസുകാരെ അങ്ങോട്ട് കടത്താതിരിക്കാൻ അവിടെ നിർത്തിയിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ നാട്ടുകാരെ തടയാവുന്നല്ലാതെ EDയെ തടയാൻ അവരെ കൊണ്ടൊന്നും സാധിക്കത്തില്ല. അവന്മാരിഞ്ഞ് കയറി വരും. അതാ അവസ്ഥ. ഈ ഇരട്ടച്ചങ്ങെന്നൊക്കെ പറയുന്നത് കേരളത്തിലേ ഉള്ളു കേട്ടോ. ഡൽഹി റാലിയിലെ കെജ്രിവാൾ ആയിരുന്നല്ലോ വിഷയം. 100 കോടി രൂപയുടെ അഴിമതി, മദ്യനയം രൂപവൽക്കരിച്ചതിന്റെ പേരിൽ ഉണ്ടായി എന്ന് പറയപ്പെടുന്ന ഒരു അഴിമതി. അതിന്റെ പേരിൽ മോഡിജിയെയോ അല്ലെങ്കിൽ EDജിയെയോ ചീത്തയും പറഞ്ഞുകൊണ്ട് ഡൽഹിയിലേക്ക് ചെന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ നമുക്കുണ്ട്. അതിന് JNUവിൽ പോയി പഠിക്കണമെന്നൊന്നുമില്ല. മനസ്സിലായല്ലോ? അവിടെ അഴിമതി എന്ന് പറയുന്നത് മദ്യനയം ഉണ്ടാക്കിയതിന്റെ പേരില്ല. അത് ഭൂരിപക്ഷമുള്ള ഒരു സർക്കാർ ചെയ്തതാ. അവര് ആ നയം തയ്യാറാക്കി നിയമസഭയിൽ കൊണ്ടുവന്ന് അംഗീകരിച്ച് നടപ്പാക്കി. മദ്യനയമാണ് വിഷയം. മദ്യത്തിന്റെ വ്യാപാരത്തിൽ സ്വകാര്യ മേഖലയ്ക്ക് കൂടെ അവരെ കൂടെ പങ്കാളികളാക്കി അവർക്ക് മദ്യ വ്യാപാര രംഗത്തേക്ക് പ്രവേശനം കൊടുത്തു.
അതിന്റെ പേരിൽ ചില തിരിമറികൾ നടന്നു എന്നാണ് പറയുന്നത്. പറഞ്ഞല്ലോ, ഇത് നിയമസഭ ഉണ്ടാക്കിയ ഒരു നയമാണ് കേട്ടോ, അംഗീകരിച്ച ഒരു നയമാണ്. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ അതിന്റെ പേരിൽ അഴിമതി നടന്നു എന്നൊക്കെ പറഞ്ഞ് അറസ്റ്റ് ചെയ്യാം. കുറെ കഴിയുമ്പോൾ കോടതി ഒരുപക്ഷെ അതെടുത്ത് കൊട്ടയിലേക്ക് എറിഞ്ഞതും വരാം. അതാണ് ആ കേസിന്റെ പ്രത്യേകത. ഇവിടെ സംഗതി അതാണോ? സംസ്ഥാന സർക്കാരിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരാള് ഒരു കടലാസ് കമ്പനി ഉണ്ടാക്കും. അവര് വ്യവസായികളുമായിട്ട് ബന്ധപ്പെടുന്നു. അവർക്ക് ചില സർവീസുകൾ കൊടുക്കാം എന്ന് പറഞ്ഞ് അവരുമായിട്ട് ധാരണയും കരാറും ഉണ്ടാക്കുന്നു. പക്ഷെ സർവീസുകളൊന്നും കൊടുക്കുന്നില്ല. സർവീസുകൾ കൊടുക്കാൻ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ കൊടുക്കാൻ. നമ്മൾ കൊടുക്കുന്നത് സർക്കാരിന്റെ പ്രൊട്ടക്ഷനാ, സർക്കാരിന്റെ സഹായമാ. അവരുടെ വ്യവസായ നടത്തിപ്പിൽ അവർ ആ നടത്തിപ്പുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളൊക്കെ സർക്കാരിന്റെ ഒരു സഹായവും പ്രൊട്ടക്ഷനും. അത് കൊടുത്തു, അതിന് മാസപ്പടി വാങ്ങിച്ചു. അതാണ് അഴിമതി. കൃത്യമായിട്ട് പണം വാങ്ങിയതിന്റെ കണക്ക് ഇ ഡിയുടെയും ഇൻകം ടാക്സിന്റെയും കയ്യിലുണ്ട്. അത് ഈ അടുത്ത കാലത്തെ കണക്കൊന്നുമില്ല. 2017 മുതലുള്ള കണക്കുകൾ അവരുടെ കയ്യിൽ ഉണ്ടെന്നാണ് പറയുന്നത്. അതാണ് കെജ്രിവാളിന്റെ കേസും ഈ കേസും തമ്മിലുള്ള വ്യത്യാസം. ഈ KMMRL എന്ന് പറയുന്ന സ്ഥാപനവുമായി ഉണ്ടാക്കിയ ഇടപാടിലാണ് കേസ് വന്നിരിക്കുന്നത്. അതിന്മേലാണ് ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ 5ഓ 7ഓ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് മാസപ്പടി വാങ്ങിയതായിട്ടും ആരോപണമുണ്ട്. രസകരമായ ഒരു കാര്യം, ഞാൻ രണ്ടാമത്തെ 5ഓ 7ഓ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞല്ലോ, അതിൽ ഒരു കമ്പനിയുടെ ഡയറക്ടറെ കേരളത്തിലെ ഒരു സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് അംഗമായിട്ടും നിയമിച്ചു. കെജ്രിവാളിന്റെ കേസുമായി എക്സാലോജിക്കിന്റെ കേസിന് വലിയ സാമ്യമില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷേ ഇ ഡിയുടെ ഓപ്പറേഷനുമായിട്ട് ചില ബന്ധങ്ങളുണ്ട്. ഇ ഡി എങ്ങനെയാ? ഇ ഡി ഒരു സ്ഥാപനത്തെ, ഇ ഡി എന്ന് പറയുമ്പം സർക്കാർ എന്ന് വെച്ചു, അല്ല ഇ ഡിയിലെ ഉദ്യോഗസ്ഥന്മാരല്ലല്ലോ. അപ്പൊ ഒരു സ്ഥാപനത്തെ നോട്ട് വിട്ട് കഴിഞ്ഞാൽ ഒരു അന്വേഷണം അങ്ങോട്ട് ആരംഭിക്കും ആ കമ്പനിക്കെതിരായിട്ട്. പിന്നീട് അവരെ വേണ്ടപ്പെട്ടവർ ചെന്ന് കാണുന്നു. അത് കണ്ടു കഴിയുമ്പോൾ അന്വേഷണത്തിന്റെ ഗൗരവം മനസ്സിലാക്കുമ്പോൾ ഭരണകക്ഷിയുടെ ഫണ്ടിലേക്ക് ഇലക്ട്രൽ ബോണ്ടുകൾ വഴിയുള്ള പണം ഒഴുകും. ഇവിടെ ഏതാണ്ട് അതുപോലെയാണ്. ഒരു കമ്പനി ഉണ്ടാക്കുന്നു, ചില വ്യവസായ സ്ഥാപനങ്ങളെ കാണുന്നു, ഞങ്ങൾ ചില സർവീസുകൾ തരാമെന്ന് പറയുന്നു. അപ്പം അതിന്റെ ഫലമായിട്ട് മാസപ്പടി നമ്മുടെ കമ്പനിയിലേക്ക് ഒഴുകുന്നു. ആ ഒരു സാമ്യം ഈ രണ്ട് കാര്യങ്ങൾ തമ്മിലുണ്ട്. അതുകൊണ്ട് മേല് നോവുന്ന ഒരു തൊന്തരവിനും ഞങ്ങളില്ല. ഞങ്ങൾ കേരളത്തില് BJPയെ ചെറുക്കും, തുരത്തും, തോൽപ്പിക്കും. ഞങ്ങളാണ് BJPയെ നേരിടാൻ ഏറ്റവും പറ്റിയ പാർട്ടികൾ എന്നൊക്കെ ഇങ്ങനെ പറയും. പക്ഷെ ഞങ്ങളുടെ പ്രധാന ശത്രു ഇപ്പോഴും കോൺഗ്രസ്സാ. അതുകൊണ്ടാണ് പൗരത്വ നിയമ വിഷയത്തിൽ അഭിപ്രായം ചോദിച്ചപ്പോൾ രാഹുൽ ഗാന്ധി ഖാർഗെയെ നോക്കി ചിരിച്ചു. നല്ല ഉറച്ച സ്വരത്തിൽ ഒരു മറുപടി പറഞ്ഞില്ല. ഭാരത് ജോഡോ യാത്രയിൽ ഇതിനെക്കുറിച്ചൊന്നും സംസാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നിരന്തരമായിട്ട് രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും ഒക്കെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടാണ് മോദിയെക്കാളും അമിത്ഷായെക്കാളും ഞങ്ങളുടെ പ്രധാന ശത്രു ഇപ്പോഴും രാഹുല. ഞങ്ങൾ തമ്മിലുള്ള ഒത്തുതീർപ്പിന്റെ അന്തർധാരയാണ് ഞങ്ങളുടെ അടവുനയം.